മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഒരു പൊൻതൂവൽ കൂടി. തദ്ദേശീയ ടർബോജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ച് മിസൈൽ സാങ്കേതിക വിദ്യയിൽ വൻ നേട്ടവുമായി ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ നിർണായക നാഴികക്കല്ലായി തദ്ദേശീയ ടർബോജെറ്റ് എഞ്ചിൻ വികസനം. ഇന്ത്യയുടെ ക്രൂയിസ് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും കരുത്തേകാൻ കഴിയുന്ന 350 കിലോഗ്രാം ത്രസ്റ്റ്, അതായത് ഏകദേശം 3.4 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള ടർബോജെറ്റ് എഞ്ചിനാണ് രാജ്യത്താദ്യമായി പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചിരിക്കുന്നത്. പ്രതിരോധ മേഖലയിലെ നിർണായക സാങ്കേതിക വിദ്യകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പായാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധ വികസന സംഘടനയായ DRDOയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ GTRE ആണ് ടർബോജെറ്റ് എഞ്ചിൻ രൂപകൽപ്പന ചെയ്തത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ആസ്ഥാനമായ ആസാദ് എഞ്ചിനീയറിംഗ് ആണ് ഈ എഞ്ചിൻ നിർമ്മിച്ചത്. വിദേശ രാജ്യങ്ങളുടെ സാങ്കേതിക സഹായമില്ലാതെ ഇന്ത്യ സ്വന്തമായി ടർബോജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വികസിപ്പിച്ച ടർബോജെറ്റ് എഞ്ചിൻ ഒറ്റ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്രൂസ് മിസൈലുകൾ, ലോയിറ്ററിംഗ് മ്യൂണീഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണുകൾ, കപ്പൽവേധ മിസൈലുകൾ തുടങ്ങിയവയിൽ ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാകും. ശബ്ദവേഗത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ക്രൂസ് മിസൈലുകൾക്കാണ് നിലവിലെ എഞ്ചിൻ പ്രധാനമായും അനുയോജ്യമാവുക. ഇന്ത്യ വികസിപ്പിച്ച നിർഭയ് പോലുള്ള ക്രൂസ് മിസൈലുകൾക്ക് ഇതിലൂടെ കൂടുതൽ തദ്ദേശീയ കരുത്ത് ലഭിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശദീകരിക്കുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ നിർണായകമായ എഞ്ചിൻ സംവിധാനം രാജ്യത്തിനുള്ളിൽ തന്നെ വികസിപ്പിക്കാനും നിർമ്മിക്കാനും കഴിയുന്നത് ഭാവിയിലെ ആയുധ സംവിധാനങ്ങളുടെ വികസനത്തിലും ഉൽപാദനത്തിലും വലിയ ഊർജം പകരും. അതേസമയം എല്ലാ മിസൈലുകളിലും നിലവിൽ വികസിപ്പിച്ചിരിക്കുന്ന ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കാൻ കഴിയില്ല. ബ്രഹ്മോസ് പോലുള്ള സൂപ്പർസോണിക് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന റാംജെറ്റ് എഞ്ചിനുകൾക്ക് പകരമായി ഈ എഞ്ചിൻ ഉപയോഗപ്പെടുത്താനാകില്ല. ശബ്ദവേഗത്തേക്കാൾ പല മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾക്ക് വ്യത്യസ്തമായ എഞ്ചിൻ സാങ്കേതിക വിദ്യയാണ് ആവശ്യമായത്. യുദ്ധവിമാനങ്ങളിലും പുതിയ ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കാനാകില്ല. കാരണം ഇത് ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്ന എഞ്ചിനായാണ് നിലവിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തി ദൗത്യം പൂർത്തിയാക്കുന്നതോടെ എഞ്ചിന്റെ പ്രവർത്തനവും അവസാനിക്കും. അതിനാൽ യുദ്ധവിമാനങ്ങളിൽ ആവശ്യമായ ദീർഘകാല പ്രവർത്തനക്ഷമതയുള്ള എഞ്ചിനുകൾക്ക് ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചിരിക്കുന്ന ടർബോജെറ്റ് എഞ്ചിൻ പകരമാകില്ല. എങ്കിലും സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടർബോജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് പ്രതിരോധ എയ്റോസ്പേസ് മേഖലകളിലെ വലിയ ചുവടുവയ്പായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം എഞ്ചിനുകളുടെ നിർമ്മാണത്തിന് അത്യാധുനിക മെറ്റലർജി, സൂക്ഷ്മ എഞ്ചിനീയറിംഗ്, ഉയർന്ന നിലവാരത്തിലുള്ള നിർമ്മാണ സാങ്കേതിക വിദ്യ എന്നിവ അനിവാര്യമാണ്. ലോകത്ത് തന്നെ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ പൂർണ്ണമായും സ്വന്തമായുള്ളത്. മിസൈലിന്റെ വേഗതയും ദൂരവും ദൗത്യശേഷിയും നിർണ്ണയിക്കുന്നതിൽ എഞ്ചിന് നിർണായക പങ്കാണുള്ളത്. അതിനാൽ തന്നെ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്. വിദേശ സാങ്കേതിക വിദ്യയെയോ ഇറക്കുമതിയെയോ ആശ്രയിക്കാതെ ഇത്തരം സംവിധാനങ്ങൾ രാജ്യത്ത് തന്നെ വികസിപ്പിക്കാൻ കഴിയുന്നത് ഭാവിയിലെ പ്രതിരോധ ഉൽപാദനത്തിനും തന്ത്രപ്രധാന നേട്ടമാകും. വരും ഭാവിയിൽ കൂടുതൽ കരുത്തും ഇന്ധനക്ഷമതയും ദീർഘകാല പ്രവർത്തനശേഷിയുമുള്ള സങ്കീർണ ടർബോജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിന് ഇപ്പോഴത്തെ നേട്ടം ഇന്ത്യക്ക് വഴിതുറക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.